Welcome to Technical Education Series program on Embedded Systems. This is the third session on AVR microcontrollers. In this session, we are dealing with the block diagram of Atmega 32. AVR microcontroller ഫാമിലിയിലെ ഏറ്റവും ജനപ്രീതി നേടിയ മൈക്രോകൺട്രോളറായ അറ്റ്മഗ 32 അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മൈക്രോചിപ്പ് കമ്പനിയിൽ നിന്നും അഡ്വാൻസ്ഡ് റിസ്ക് ആർക്കിടെക്ചർ പ്രകാരം ലോ പവർ CMOS ടെക്നോളജിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു 8-bit മൈക്രോകൺട്രോളറാണ് അറ്റ്മഗ 32. Atmega 32 is a high-performance, low-power CMOS controller from Microchip. It is an 8-bit microcontroller based on advanced RISC architecture. Atmega 32 is the most popular of all AVR controllers. And ഇതിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The key features of Atmega 32. 2 kilobytes of internal static RAM, 32x8 general working purpose registers, 32 kilobytes of in-system self-programmable flash program memory, 1024 bytes of EEPROM, programmable serial USART, 8-channel 10-bit ADC, available in 40-pin DIP, 44 pad QFN bar MLF and 44 lead QTFP. 2 8-bit timer bar counters with separate prescaler and compare modes. 32 programmable I/O lines. In-system programming by on-chip boot program. Master bar slave SPI serial interface. 4 PWM channels. Programmable watchdog timer with a separate on-chip oscillator, 1 16-bit timer bar counter with a separate prescaler, compare mode and capture mode. ഇനി ഈ മൈക്രോ കൺട്രോളറിന്റെ പ്രത്യേക വിശേഷണങ്ങൾ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്ററപ്റ്റ് സോഴ്സസ്, 6 സ്ലീപ്പ് മോഡ്സ്, ഐഡിൽ, ADC നോയ്സ് റിഡക്ഷൻ, പവർ സേവ്, power down, standby and extended standby, power on reset and programmable brownout detection, internal calibrated RC oscillators. Atmega 32 മൈക്രോകൺട്രോളറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹാർവേഡ് ആർക്കിടെക്ചർ ഫോർമാറ്റ് രീതിയിലുള്ള ഈ മൈക്രോ കൺട്രോളറിൽ പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും അവയ്ക്കുള്ള ബസും പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ളതാണ്. ഇതിലെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി IO പോർട്ട്. അറ്റ്മഗ മൈക്രോ കൺട്രോളറിൽ 8-ബിറ്റ് സൈസിലുള്ള 4 IO പോർട്ടുകൾ ഉണ്ടായിരിക്കും. പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് D എന്നിങ്ങനെയാണ് ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. Atmega 32 microcontroller has 4 I/O ports named as Port A, Port B, Port C and Port D. ഈ പോർട്ടുകളെല്ലാം ഇൻപുട്ട് പോർട്ടായും ഔട്ട്പുട്ട് പോർട്ടായും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ബൈഡയറക്ഷണൽ രീതിയിലുള്ളതും ഇവയുടെ എല്ലാ പിന്നുകളിലും പ്രോഗ്രാം വഴി ബന്ധിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനും കഴിയുന്ന രീതിയിലുള്ള പുള്ളപ്പ് റെസിസ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് പുറമെ ADC, ടൈമേഴ്സ്, ഇന്ററപ്റ്റ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, JTAG തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പോർട്ടുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. Each port having 8 I/O lines. All these I/O lines are bidirectional with the internal pull-up resistors selected for each bit. In addition to I/O operation, each of these pin has some of other functions related to ADC, timers, interrupts, serial communication, etc.
CPU, Central Processing Unit. The CPU of Atmega 32 is made based on Harvard architecture. Harvard architecture അടിസ്ഥാനത്തിലാണ് Atmega 32 CPU സജ്ജമാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ ഡോട്ടഡ് ലൈൻ ബോക്സിനുള്ളിലുള്ള ഭാഗമാണ് CPU. ഇതിലെ വിവിധ സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ALU, 8-bit register to perform arithmetic, logical and bit functions. Arithmetic, logic, bit function എന്നിവ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 8-bit രജിസ്റ്റർ ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് GPRS, General Purpose Registers, 32 numbers of 8-bit registers to store information, that is data to be processed bar address of the data to be fetched. Data processing സമയത്ത് ആവശ്യമായ ഡാറ്റ അഡ്രസ്, മറ്റു വേരിയബിൾസ് തുടങ്ങിയവ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള 8 ബിറ്റ് സൈസിലുള്ള 32 രജിസ്റ്ററുകൾ Atmega 32 മൈക്രോ കൺട്രോളറിൽ സജ്ജമാക്കിയിട്ടുണ്ട്. R0 മുതൽ R31 എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഈ രജിസ്റ്ററുകളിൽ അവസാനത്തെ R26, 27 കൂട്ടിച്ചേർത്ത് X എന്ന പേരിലും R28, 29 എന്നിവ കൂട്ടിച്ചേർത്ത് Y എന്ന പേരിലും R30, 31 എന്നിവ കൂട്ടിച്ചേർത്ത് Z എന്ന പേരിലും 3 16-ബിറ്റ് സൈസിലുള്ള രജിസ്റ്ററുകളായി ഡാറ്റ മെമ്മറി പോയിന്ററുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സ്റ്റാറ്റസ് രജിസ്റ്റർ. CPU-വിൽ തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി 8-ബിറ്റ് സൈസിലുള്ള ഒരു രജിസ്റ്റർ സജ്ജമാക്കിയിട്ടുണ്ട്. അതാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ. ക്യാരി ഫ്ലാഗ്, ഹാഫ് ക്യാരി ഫ്ലാഗ്, സൈൻ, ടൂസ് കോംപ്ലിമെന്റ്, സീറോ ക്യാരി തുടങ്ങിയവ സൂചിപ്പിക്കുന്ന ഫ്ലാഗുകൾ ഈ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത് പ്രോഗ്രാം കൗണ്ടർ. 16-bit register to store program memory address of the next instruction to fetch. നിലവിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ കോഡ് നിലനിൽക്കുന്ന പ്രോഗ്രാം മെമ്മറി ഭാഗത്തിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രോഗ്രാം കൗണ്ടർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. പ്രോഗ്രാം മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതിനുള്ള രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അടുത്തത് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ടു ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ടു ഡിറ്റർമിൻ ദി ഓപ്പറേഷൻ. ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ സൂചിപ്പിക്കുന്ന ഓപ്പറേഷൻ എന്താണെന്ന് ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. അടുത്തത് സ്റ്റാക്ക് പോയിന്റർ. താൽക്കാലിക ഡാറ്റ മെമ്മറിയായി ഉപയോഗിക്കുന്ന സ്റ്റാക്ക് മെമ്മറി ലൊക്കേഷൻ അഡ്രസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിന്റർ. ഇവിടെ സ്റ്റാക്ക് എന്നത് റാം മെമ്മറിയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. നെക്സ്റ്റ്, ഓസിലേറ്റർ. പ്രോസസർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ക്ലോക്ക് പൾസ് നൽകുന്നതിന് വേണ്ടി 1 MHz ഫ്രീക്വൻസിയിൽ കൃത്യമാക്കി വച്ചിട്ടുള്ള ഇന്റേണൽ കാലിബ്രേറ്റഡ് ഓസിലേറ്റർ Atmega 32
മൈക്രോ കൺട്രോളറിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രീക്വൻസി 8 മെഗാഹെർട്സ് വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് കൂടാതെ പുറമേ നിന്ന് ക്രിസ്റ്റൽ കണക്ട് ചെയ്ത് സജ്ജമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓസിലേറ്റർ സർക്യൂട്ടും അറ്റ്മഗ 32 മൈക്രോ കൺട്രോളറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് 16 മെഗാഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിൽ മൈക്രോ കൺട്രോളർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. Atmega 32 is equipped with an internal calibrated oscillator for driving its clock. By default, Atmega 32 is set to operate at internal calibrated oscillator of 1 MHz. The maximum frequency of internal oscillator is 8 MHz. Alternately, Atmega 32 can be operated using an external crystal oscillator with a maximum frequency of 16 MHz. Next, TWI, two-wire interface. മൈക്രോ കൺട്രോളറിന്റെ 2 പിന്നുകൾ മാത്രം ഉപയോഗിച്ച് സീരിയൽ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ കൂടുതൽ ഉപകരണങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു ശൃംഖല രൂപീകരിക്കുന്നതിനുള്ള സൗകര്യമാണ് TWI. Two-wire interface can be used to set up a network of devices. Many devices can be connected over TWI interface to form a network. അടുത്തത് ടൈമർ ബാർ കൗണ്ടർ. സമയവും എണ്ണവും അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി 8-ബിറ്റ് സൈസിലുള്ള 2 ടൈമർ ബാർ കൗണ്ടറുകളും 16-ബിറ്റ് സൈസിലുള്ള ഒരു ടൈമർ ബാർ കൗണ്ടറും അറ്റ്മഗ 32 മൈക്രോ കൺട്രോളറിൽ ലഭ്യമാണ്. ടൈം ഡിലേ ജനറേഷൻ, വേവ് ഫോം ജനറേഷൻ, ഫ്രീക്വൻസി മെഷർമെന്റ്, പൾസ് വിഡ്ത്ത് മെഷർമെന്റ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇവ ഉപയോഗപ്പെടുത്താവുന്നതാണ്. Atmega 32 consists of 2 8-bit and 1 16-bit timer bar counter. Timers are useful for generating time delay, generating waveform, measuring frequency, period, pulse width, etc. Watchdog timer with internal oscillator. ഈ സംവിധാനം മൈക്രോ കൺട്രോളർ പ്രവർത്തനത്തെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും പ്രോഗ്രാം എക്സിക്യൂഷൻ ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ സ്തംഭനാവസ്ഥയിൽ തുടരുന്നതായി കണ്ടാൽ സിസ്റ്റം റീസെറ്റ് ചെയ്ത് പ്രവർത്തനം പുനരാരംഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. Watchdog timer continuously monitors and reset the controller if the code gets stuck at any execution action for more than a definite time interval. MCU control and timing. ഒരു മൈക്രോ കൺട്രോളറിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ക്ലോക്ക് പൾസ് കൊണ്ട് ഏകോപിപ്പിച്ച് നിർത്തുകയും നിശ്ചിത ക്രമത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കൺട്രോൾ പൾസ് നൽകുകയും ചെയ്യുക എന്നതാണ് MCU കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റിന്റെ ധർമ്മം. This unit synchronizes all the operations with the clock and generate control signals for proper operation. Next, interrupt unit. മൈക്രോ കൺട്രോളർ ഒരു നിശ്ചിത ക്രമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രത്യേക സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്നതിനും അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ പ്രവർത്തനം നിർത്തിവെച്ച് ആവശ്യമായ മറ്റ് പ്രവർത്തികൾ ചെയ്യുന്നതിനുമുള്ള സംവിധാനമാണ് ഇന്ററപ്റ്റ്. അറ്റ്മഗ മൈക്രോ കൺട്രോളറിൽ 21 ഇന്ററപ്റ്റ് സോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇവയിൽ 4 ഇന്ററപ്റ്റ് സോഴ്സുകൾ external interrupt sources ബാക്കി internal interrupt sources. Interrupts have enabled the microcontroller to monitor particular events in the background while running the main program and respond to the occurrence if required, pausing the main program. Atmega 32 consists of 21 interrupt sources, out of which 4 are external. The remaining are internal interrupts.
EEPROM പവർ ഓഫ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്ത ഡാറ്റ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള നോൺ വോളറ്റൈൽ മെമ്മറി സംവിധാനമാണ് ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി EEPROM. തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട ചില പ്രത്യേക തരം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് EEPROM ഉപയോഗിക്കുന്നത്. അറ്റ്മക 32 മൈക്രോ കൺട്രോളറിൽ 1024 ബൈറ്റ്സ് EEPROM മെമ്മറി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദിസ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ലൈക്ക് വാല്യൂസ് ഓഫ് certain variables. Atmega 32 has 1024 bytes of EEPROM. USART സീരിയൽ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുമായി മൈക്രോ കൺട്രോളർ ബന്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് USART. യൂണിവേഴ്സൽ സിൻക്രണസ് ആൻഡ് അസിൻക്രണസ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ ഇന്റർഫേസ് ഈസ് അവൈലബിൾ for interfacing with the external device capable of communicating serially. SRAM Static Random Access Memory മൈക്രോ കൺട്രോളറിൽ ഇന്റേണൽ ഡാറ്റ മെമ്മറിയായി ഉപയോഗിക്കുന്നതാണ് SRAM. പവർ ഓഫ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്ത ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള വോളറ്റൈൽ മെമ്മറി സംവിധാനമാണ് SRAM. അറ്റ്മക 32 മൈക്രോ കൺട്രോളറിൽ 2 കിലോബൈറ്റ് SRAM ഡാറ്റ മെമ്മറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ ഒരു ചെറിയ ഭാഗം 32 ജനറൽ പർപ്പസ് രജിസ്റ്റർ സംവിധാനം ചെയ്യുന്നതിനും കുറച്ച് ഭാഗം മറ്റ് പെരിഫറൽ സബ്സിസ്റ്റം ഉപയോഗത്തിന് വേണ്ടിയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്റേണൽ ഡാറ്റ SRAM സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി is the volatile memory, that is, data is lost as soon as the power is turned off. Atmega 32 is equipped with 2 KB bytes of internal SRAM. A small portion of SRAM is set aside for general purpose registers used by CPU and a few for the peripheral subsystems of the microcontroller. Next, program flash ISP. മൈക്രോ കൺട്രോളറിൽ പ്രോഗ്രാം കോഡ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെമ്മറി സംവിധാനമാണ് പ്രോഗ്രാം ഫ്ലാഷ്. ഇത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ അവസ്ഥയിലും പ്രോഗ്രാം കോഡ് നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള നോൺ വോളറ്റൈൽ മെമ്മറി സംവിധാനമാണ്. ഇതിലെ പ്രോഗ്രാം മായ്ച്ചു കളയുന്നതിനും ഒരു സിസ്റ്റത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആവർത്തിച്ച് റീപ്രോഗ്രാം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അറ്റ്മക 32 മൈക്രോ കൺട്രോളറിൽ 32 KB ഇൻ സിസ്റ്റം പ്രോഗ്രാമബിൾ ഫ്ലാഷ് മെമ്മറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഗ്രാം ഫ്ലാഷ് മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി പ്രോഗ്രാം കോഡ് ഇൻ ദി മൈക്രോ കൺട്രോളർ. ഫ്ലാഷ് മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ, ദാറ്റ് ഈസ് it retains the program even if the power is cut off, and it can easily erased electrically. Atmega 32 is available with 32 KB of in-system programmable flash memory. Next, SPI Serial Peripheral Interface. രണ്ട് ഉപകരണങ്ങൾ തമ്മിൽ ഒരു കോമൺ ക്ലോക്ക് സോഴ്സ് അടിസ്ഥാനമാക്കി സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള സംവിധാനമാണ് SPI. USART പോർട്ട് വഴിയുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷനെ അപേക്ഷിച്ച് SPI വഴിയുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ റേറ്റ് കൂടുതലായിരിക്കും. Serial Peripheral Interface SPI port is used for serial communication between two devices on a common clock source. The data transmission rate of SPI is more than that of USART. Next, ADC. പ്രോസസ്സിംഗ് നടത്തുന്നതിന് വേണ്ടി അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുന്നതിന് വേണ്ടി 8 ചാനൽ
അടങ്ങുന്ന 10 ബിറ്റ് റെസൊല്യൂഷനുള്ള ഒരു ADC സംവിധാനം അറ്റ്മെഗ 32 മൈക്രോ കൺട്രോളറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഏതെങ്കിലും സെൻസറിൽ നിന്നോ മറ്റു ഉപകരണങ്ങളിൽ നിന്നോ സ്വീകരിക്കുന്ന അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. Atmega 32 is equipped with an 8-channel ADC, analog to digital converter, with a resolution of 10 bits. ADC reads the analog input from a sensor or from any other source and convert it into digital information. Let us stop the session here and we'll see the main points we discussed so far. It is features of Atmega 32 microcontroller, special features of Atmega 32, block diagram of Atmega 32, in which we discussed on I/O ports, CPU, oscillators, TWI, timer bar counter, watchdog timer, MCU control and timing, interrupts, EEPROM, USART, SRAM, program flash ISP, SPI, ADC. തുടർന്നുള്ള ക്ലാസ്സുകളും ഉടനെ ഈ ചാനലിൽ ലഭ്യമാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.